ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ അടിയന്തരാവസ്ഥ കാലത്തെ CPIM RSS സഹകരണ പ്രസ്താവനയായിരുന്നു അതിന് ആധാരം. നിലമ്പൂരിൽ CPIMന് തിരിച്ചടിയായതിൽ ആ പ്രസ്താവന കാരണമായെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അനിവാര്യ ഘട്ടത്തിൽ RSSുമായി CPIM ചേർന്നിട്ടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രസ്താവന. അടിയന്തരാവസ്ഥയെന്ന അർദ്ധ ഫാസിസത്തിനെതിരെ യോജിക്കാവുന്ന എല്ലാവരുമായും CPIM സഹകരിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ അക്കാലത്തെ രാഷ്ട്രീയ സഹകരണത്തെക്കുറിച്ച് വേഗത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 25-നാണ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ 1975 ജൂൺ 12 അലഹാബാദ് ഹൈക്കോടതി വിധിയായിരുന്നു അതിന്റെ തുടക്കം. വിജയം റദ്ദാക്കിയതിനൊപ്പം ഇന്ദിരാഗാന്ധിയെ 6 വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും കോടതി വിലക്കി. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു ഭരണം കൈപ്പിടിയിൽ നിർത്തുന്നതിനായി സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് ലക്ഷ്യങ്ങളോടെയുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഇന്ദിരാഗാന്ധിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനാധിപത്യത്തെ നിശ്ചലമാക്കി. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. മനുഷ്യാവകാശങ്ങൾ അപ്രസക്തമായി. രാജ്യത്താകെ പോലീസ് രാജ് നടപ്പാക്കി. നീതി നിഷേധങ്ങൾ തുടർക്കഥയായി. പൗരാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന നിയമങ്ങൾ പാസാക്കി നടപ്പാക്കി. പത്രങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു. പത്രപ്രവർത്തകരെയും കലാകാരന്മാരെയും അറസ്റ്റ് ചെയ്തു. മിസ നിയമപ്രകാരം രാഷ്ട്രീയ പ്രവർത്തകരെയും ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിലിട്ടു. 20 ലക്ഷം പൗരന്മാരെയും 20% പ്രതിപക്ഷ ജനപ്രതിനിധികളെയും ജയിലിലടച്ചു. ലോക്കപ്പുകളും ജയിലുകളും ഇടിമുറികളായി. ലോക്കപ്പ് ഭേദ്യത്തിൽ നിരവധി പേർ മരിച്ചു. നിത്യരോഗികളായി. ചേരി നിർമ്മാർജ്ജനത്തിന് ക്രൂര പദ്ധതികൾ നടപ്പാക്കി. രാജ്യത്തെ യുവാക്കളെ നിർബന്ധിതമായി വന്ധ്യംകരിച്ചു. 21 മാസക്കാലം അടിയന്തരാവസ്ഥ നീണ്ടുനിന്നു. 1977 മാർച്ച് 21-നാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. 1977 ജനുവരി 23-ന് രാഷ്ട്രീയ തടവുകാരെ ജയിൽ വിമുക്തരാക്കി. പൊതുതെരഞ്ഞെടുപ്പിന് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയ്ക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമെതിരെ ഒരു വിശാല രാഷ്ട്രീയ യോജിപ്പാണ് രാജ്യത്തുണ്ടായത്. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വിശാല ഐക്യം രൂപപ്പെട്ടു. അടിയന്തരാവസ്ഥയെ എതിർത്ത വിവിധ പാർട്ടികൾ ചേർന്ന് 1977 ജനുവരി 23-ന് ജനതാ പാർട്ടി രൂപീകരിച്ചു. വിവിധ പാർട്ടികൾ സ്വന്തം കമ്മിറ്റികൾ പിരിച്ചുവിട്ടും സംഘടനാ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചും ജനതാ പാർട്ടിയിൽ ലയിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ലോക്ദൾ എന്നിവയെല്ലാം ഒരുമിച്ചു. RSSന്റെ രാഷ്ട്രീയ മുഖമായിരുന്ന ജനസംഘവും ഐക്യത്തിന്റെ ഭാഗമായി. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന CPIMഉം ജനതാ പാർട്ടിയുമായി സഹകരിച്ചു. ജനതാ പാർട്ടി എന്ന ഐക്യസഖ്യം 1977 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരും നിലവിൽ വന്നു. പിന്നാലെ ജനസംഘം വഴി ജനതാ പാർട്ടിയിലെത്തിയവർ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ജനതാ പാർട്ടിയിലും RSSലും ഒരേ സമയം അംഗത്വം എന്നതായിരുന്നു വിമർശനത്തിന്റെ അടിസ്ഥാനം. ഇത്തരത്തിൽ ഇരട്ട അംഗത്വ പ്രശ്നം വന്നതോടെ ജനസംഘം നേതാക്കൾ ജനതാ പാർട്ടി വിടുകയായിരുന്നു. 1979 ജൂലൈയിൽ ജനതാ പാർട്ടി പിളർന്നു. ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി രാജിവെച്ചു. പകരം ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ജനതാ പാർട്ടിയിലെ ജനസംഘം നേതാക്കളായിരുന്ന AB വാജ്പേയിയും LK അദ്വാനിയും ചേർന്ന് 1980 ഏപ്രിൽ 6-ന് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയ സഹകരണത്തിന്റെ ചിത്രം.